തണുപ്പ് കാലം ആയി കഴിഞ്ഞാൽ പിന്നെ മട്ടർ നല്ല ലാഭത്തിന് കിട്ടും കേട്ടോ. മട്ടറിൻ്റെ സീസണാണ്. കുറച്ച് പൊളിച്ച് നമുക്ക് വായിലോട്ട് വിടാം, പിന്നെ കറിക്കുള്ളത് മാറ്റിയും വെക്കാം. ഒരു 6 തക്കാളി, ഒരു പച്ചമുളക്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആവശ്യത്തിന്. പിന്നെ പനീർ, നമ്മുടെ 3 സവാള, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ബട്ടർ എടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പനീർ അതിനകത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനത് ഒരുവിധം പൊടിയാതെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പൊടിയാതെ കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ ചൂടുവെള്ളം എടുത്ത് കുറച്ച് മാറ്റി വെക്കുക. ഈ പനീർ ഫ്രൈ അടിച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ടാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ തക്കാളി കുറച്ച് തോനെ ഇടുക, എന്നിട്ട് ഉപ്പിട്ട് നല്ല ഇതുപോലൊരു പരുവത്തിലായിട്ട് എടുക്കുക. നമ്മൾ വഴറ്റിയെടുക്കണം, ഒരുപാട് വഴറ്റണ്ട. പിന്നെ അരിയുമ്പോൾ റഫായിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ. നമ്മളിതുപോലെ മിക്സിയിലിട്ട് അടിച്ച് നല്ല പേസ്റ്റ് ആയിട്ട് എടുക്കണം. പിന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ഈ ഐറ്റംസ് ജീരകവും, ഇവിടെ കടുവിന് പോലെ എല്ലാത്തിനും ജീരകം ആട്ടോ ഇടുന്നത്. നമ്മൾ പനീർ നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ജീരകവും ഗ്രാമ്പും നമ്മൾ ഉണക്കമുളകും ഇട്ട് 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മസാലയായിട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ അടിച്ച പേസ്റ്റ് ഉണ്ടല്ലോ, തക്കാളിയുടെ പേസ്റ്റ്, അത് ഒഴിച്ച് കൊടുക്കുക. നല്ല കുറുക്കിയെടുക്കുക. കുറുക്കി എന്ന് പറയുമ്പോൾ എത്രത്തോളം നമുക്ക് ഹാർഡായിട്ട് കുറുക്കാവോ അത്രത്തോളം. നമ്മുടെ സ്റ്റൗവിലൊക്കെ തെറിച്ച് വീഴും. അടച്ച് വെച്ച് നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ എടുത്താൽ അത്രത്തോളം ടേസ്റ്റ് കൂടും കേട്ടോ. എത്രത്തോളം കുറുകി വരുന്നോ അത്രത്തോളം നമ്മൾ ടേസ്റ്റ് കൂടും. ഇതിലേക്ക് നമ്മുടെ മട്ടർ ഇട്ട് കൊടുക്കുക, പനീർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ നമ്മുടെ മലായി ഇല്ലേ, നമ്മുടെ പാലിനകത്ത് നിന്ന് പാൽപ്പാട ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. പിന്നെ കുറച്ച് ഗരം മസാലയും നമ്മുടെ കസ്തൂരി മേത്തി ഇട്ട് കൊടുത്താൽ സംഭവം റെഡിയായി. പിന്നെ ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം അടിപൊളി നമ്മുടെ പനീർ മട്ടർ മസാല റെഡിയായി. എളുപ്പമാട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കണം. ഞാനിവിടെ ചപ്പാത്തിയുടെ കൂടെ ഉണ്ടാക്കുന്ന